അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര അച്ഛനോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, എങ്ങനെയാടാ ഈ പെണ്ണുപിടിയന്മാരുള്ള അവിടെ എൻ്റെ കുഞ്ഞിനെ അവിടെ നിർത്താൻ പറ്റുക, രുക്കുവിനെ എങ്ങനെ നിർത്തുക എന്നിങ്ങനെ ചോദിക്കുക. നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾ അത്തരത്തിലുള്ളവരല്ല എന്ന് അച്ചു പറയുകയാണ്. അത്തരത്തിലുള്ളവരല്ലേ? നിൻ്റെ മുകുന്ദൻ എൻ്റെ രുക്കുവിനെ കയറി പിടിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നിങ്ങനെ അച്ചു ചന്ദ്രയോട് പറയണേട്ടെ. എടാ, നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ രുക്കുവിനോട് വിളിച്ച് ചോദിക്കുക, നിൻ്റെ ഭാര്യയോട് വിളിച്ച് ചോദിക്കുക, അപ്പോഴറിയാം നിനക്ക് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞതിന് ശേഷം ചന്ദ്ര ഫോൺ വെക്കുകയാണ് കേട്ടോ. അച്ഛനാകെ ദേഷ്യം വരികയാണ് കേട്ടോ ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം. പിന്നീട് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ അർച്ചന വരികയാണ്. അർച്ചന വരുമ്പോൾ തന്നെ ചോദിക്കും, എന്താ മഞ്ജു, എന്താ ഞാൻ ഒരുപാട് തവണ ചേച്ചിയെ വിളിച്ചല്ലോ എന്നിങ്ങനെ ചോദിക്കുക. എല്ലാ കാര്യങ്ങളും എന്നോട് മൂന്തൻ വിളിച്ചു പറഞ്ഞു, അതാ ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രമ്യ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. രമ്യ ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ അടുത്ത്, അർച്ചന ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചിട്ട് കരയുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി രുക്കുവിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, എന്തായാലും മൂന്തൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിനക്ക് രുക്കു പറയുന്നത് മാത്രമല്ലേ നീ വിശ്വസിക്കണമെന്നുള്ളൂ, നീ ഇവിടെ വന്നാൽ പിന്നെ നിനക്കറിയില്ലേ മുകുന്ദൻ്റെ കാര്യങ്ങൾ, മൂന്തൻ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ രുക്കുവിൻ്റെ കാര്യം പിടിച്ച് സംസാരിച്ചാൽ അവളുടെ ഭാഗമാണ് ശരി എന്നാണ് നിനക്ക് തോന്നുള്ളൂ എന്നെല്ലാം പറയണം കേട്ടോ. അതിനുശേഷം ഞാൻ എന്തായാലും ശരി രുക്കുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന പോകുമ്പോൾ മഞ്ജു രമ്യയോട് പറയുന്നുണ്ട്, നിന്നോട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെയല്ലേ വിശ്വസിക്കുക, എൻ്റെ ഭർത്താവ് പറഞ്ഞത് എന്നെ ശരിയാണ് മൂന്തേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ മഞ്ജു രമ്യയോട് വെറുതെ അനാവശ്യമായിട്ട് പല ചോദ്യങ്ങളും അതുപോലെ അതിനുള്ള നെഗറ്റീവായ ഉത്തരങ്ങളും പറയണിട്ട് രമ്യ അതെല്ലാം കേട്ടിട്ട് കരയാണ്. പിന്നീട് അർച്ചന പോകുമ്പോൾ രുക്കു മൊബൈലിൽ എന്തോ വീഡിയോ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. പെട്ടെന്ന് അർച്ചനയെ കണ്ടതും തന്നെ രുക്കു ഒരേ കരച്ചിൽ കരയാണ് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞിട്ട് കരയാണ്. നീ എന്തിനാ ഇങ്ങനെ അഭിനയിക്കണം, നീ ഞാൻ വരുമ്പോൾ ഇപ്പോൾ പിന്നെ വീഡിയോ നോക്കി ചിരിക്കണ്ടായിരുന്നല്ലോ, അത് ചെയ്താൽ പോരെ ചോദിക്കുക. അല്ല, ഞാൻ കരഞ്ഞത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ വിഷമം മനസ്സിലാകുള്ളൂ, ചേച്ചിക്ക് അത് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറയണേ. എന്നെ അയാൾ കയറി പിടിച്ചു എന്നിങ്ങനെ പറഞ്ഞു. നീ എന്തിനാ റൂമിലേക്ക് പോയത് ചോദിക്കും. എന്നോട് ചായ ചോദിച്ചിട്ടാണ് ഞാൻ പോയത് എന്ന് പറയും. പക്ഷേ മുകുന്ദൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നീ മനഃപൂർവ്വം കയറിപ്പോയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തത്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നാടകം കളിക്കുന്നത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് അവനോട് ഇങ്ങനെ ചെയ്യണത്, എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ നീ ഇത്തരം ചീപ്പ് പരിപാടി ചെയ്തതിൽ എനിക്ക് നിന്നോട് ലജ്ജ തോന്നുകയാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം തറപ്പിച്ച് തന്നെ രുക്ക് പറയുന്നുണ്ട്, ചെയ്ത് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയണം കേട്ടോ. ആളില്ലാത്ത സമയം നോക്കി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയണ്. അവസാനം അർച്ചന പറയേണ്ടത്, എനിക്ക് ആകെ ലജ്ജ തോന്നുന്നു നീ അവനോട് ഇങ്ങനെ ചെയ്യണേന്, നീ ഇത്രയും മോശപ്പെട്ട് തരം താഴ്ന്നു പോകരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മുകുന്ദൻ അങ്ങനെ ഭയങ്കര വിഷമത്തിൽ പോയിട്ട് ഒരു ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചായക്കടയിൽ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ അച്ചു അവിടെ ഉണ്ടാകും. അച്ചു അവിടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടാകും. അത് കാണുമ്പോൾ അങ്ങനെ ചോദിക്കും, നീ എന്താ അവിടെ ഇരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ, നീ വീട്ടിൽ പോയില്ലേ എന്ന് ചോദിക്കും. എന്താ അത്ര മാനസിക വിഷമത്തിൽ ഇവിടെ വന്നിരിക്കണത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നീ വീട്ടിൽ പോയില്ല. ഞാൻ വീട്ടിൽ പോയില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഭാര്യയോട് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് അടി കൂടുകയാണ് കേട്ടോ. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ അടി കൂടുകയാണ് കേട്ടോ. അച്ഛന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് മൂന്തനോട്. മൂന്തൻ എന്ത് പറഞ്ഞിട്ടും അച്ചു അത് കേൾക്കുന്നില്ല. ആ ചായക്കടക്കാരൻ അർച്ചനയെ വിളിച്ച് പറയുകയാണ്, നിങ്ങളെന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരണം, നിങ്ങളുടെ അനിയന്മാർ ഭയങ്കര അടിയാണ്, എന്തെങ്കിലും സംഭവിക്കും, അതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കണം, ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം പറയും. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ എന്തായാലും ശരി ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം JKയും ഡ്രൈവറും കൂടി ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് JKയോട് ഡ്രൈവർ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിയ പുസ്തകമില്ലേ, അതിലെ സന്തോഷം ഞാനാണ്, എനിക്ക് മരിക്കുന്നത് വരെ ഞാൻ മറക്കില്ല നിങ്ങളെ കണ്ടതിൽ എന്നിങ്ങനെ പറയുമ്പോൾ JK പറയും, താൻ എന്തോ മരിക്കണ കാര്യങ്ങളൊക്കെ പറയുന്നത്, താൻ എന്തായാലും വണ്ടി നിർത്തുക എന്ന് പറയുന്നത്. അതിനുശേഷം വണ്ടി നിർത്തിയതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ഡ്രൈവറോട് പറയും, താൻ ഇവിടെ ഇരുന്നോ, ഞാൻ വണ്ടി ഓടിക്കുക എന്നിങ്ങനെ പറയണം. അതിനുശേഷം അവർ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഡ്രൈവർ പറയുന്നുണ്ട്, മദ്യപിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കും എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ തന്നെയായിരിക്കും
ഇങ്ങനെ അടിപിടി കാണുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ജെയ്ക്ക് അവിടെ കാറ് നിർത്തുകയാണ്. അതിന് ശേഷം രണ്ടുപേരോടും കൂടി പിരിക്കും. നിങ്ങളെന്താ ഇവിടെ അടിപിടി കൂടുന്നത്, എന്താ അത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മൂന്നിനെ കണ്ടതും മനസ്സിലാകും ജെയ്ക്ക് കേട്ടോ. ഓ തനിക്ക് ഇതേ തന്നെയാണ് പരിപാടി, അടികൂടൽ തന്നെയാണ് ഇല്ലേ പരിപാടി എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് രണ്ടാളെയും കൂടി പിരിച്ച് വിടുകയാണ് കേട്ടോ. അതിനുശേഷം ചായക്കടക്കാരൻ പറയും ഇവർ വേറെ ആരുമല്ല സഹോദരങ്ങളാണ് എന്നിങ്ങനെ പറയും. സഹോദരങ്ങളാണെങ്കിൽ എന്തായാലും ശരി വീട്ടിൽ പോയിട്ട് അടികൂടി പോരെ, എന്തിനാ ഈ നടു റോട്ടിൽ അടികൂടുന്നത് എന്നിങ്ങനെ പറയും. അച്ചു ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അവസാനം മുകുന്ദനോട് പറയും നിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താ നിൻ്റെ പ്രശ്നം, പണമാണോ അതോ പെണ്ണാണോ, എന്താ പ്രശ്നം എന്ന് പറയേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുകുന്ദനൊന്നും മിണ്ടില്ല കേട്ടോ. അതിനുശേഷം ഡ്രൈവർ പറയണേ എന്തായാലും ശരി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ നിന്നും വേണ്ട, നല്ല ബാർ ഹോട്ടലിലേക്ക് വിട്, നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ കാറെടുത്ത് പോകാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കും അർച്ചന വരുന്നത് കേട്ടോ. അർച്ചന വന്ന് നോക്കുമ്പോൾ അറിയില്ല. അർച്ചനയുടെ വണ്ടിയുടെ അരികിൽ കൂടെ ഇങ്ങനെ മുട്ടണ പോലെ പോകുമ്പോൾ താൻ എന്താണോ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഗ്ലാസ് ഇങ്ങനെ താത്തുമ്പോൾ ജെയ്ക്കിയെ കാണുകയാണ്. അതേസമയം അർച്ചന പെട്ടെന്ന് ഓർക്കണം കേട്ടോ. ആ കരിമലയിൽ സംഭവം പെട്ടെന്ന് തന്നെ ഓർക്കണം അർച്ചനയാണെന്ന് മൂപ്പർക്കും അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ജെയ്ക്ക് കാർ ഓടിച്ച് പോവുകയാണ് കേട്ടോ. പിന്നീട് ആ ചായക്കടക്കാരൻ പറയും ഇവർ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞ അടിയായിരുന്നു, ആ സാറ് വന്നിട്ടാണ് ഇവരെ കോംപ്രമൈസ് ചെയ്ത് രക്ഷപ്പെടുത്തിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അപ്പോഴേക്കും മുകുന്ദനും പോവുകയാണല്ലോ. പിന്നീട് അർച്ചന ആകെ ഒരു തരം വിഷമത്തോട് കൂടിയിട്ട് അർച്ചന തിരിച്ചു പോവുകയാണ്.